ചങ്ങനാശ്ശേരി എം.എൽ.എ. ജോബ് മൈക്കിൾ കൂടി നമുക്കൊപ്പമുണ്ട്. ജോബ് മൈക്കിൾ, ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ വിജയത്തിന് പ്രധാനമായും കാരണമായത് ചങ്ങനാശ്ശേരിയിൽ ലഭിച്ച ഒരു ലീഡാണ്. കേരള കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകളിൽ ഒരു ചോർച്ച ഉണ്ടായതാണോ ഇതിന് ഇടവെച്ചത്? അല്ല, കഴിഞ്ഞ പ്രാവശ്യം എത്രയാണെന്നറിയാമോ? 2019 എത്രയാണെന്നറിയാമോ? 23,800 വോട്ടാണ്. 23,800 വോട്ട്. ഇപ്രാവശ്യം അതിൽ 8,000 വോട്ട് കുറച്ച് കൊണ്ടുവന്നു. അപ്പൊ വോട്ട് ചോർന്നിട്ടില്ലെന്നാണല്ലോ അത് മനസ്സിലാക്കുന്നത്. പക്ഷേ ചോർന്നെങ്കിൽ കൂടണ്ടേ? അല്ല, കഴിഞ്ഞ തവണത്തേക്കാൾ രാഷ്ട്രീയ സാഹചര്യം മാറിയില്ലേ? ഇത്തവണ വലിയ ഫൈറ്റ് അല്ലേ അവിടെ ഉണ്ടായത്? അല്ല, രാഷ്ട്രീയ സാഹചര്യം മനസ്സിലായാലും നമുക്ക് അറിയാവുന്നത് വെച്ചല്ലേ, കണക്ക് വെച്ചല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. 2019 നിങ്ങൾ കണക്ക് വെച്ചല്ലേ സംസാരിക്കും. 2019 നമുക്കവിടെ UDF കിട്ടിയ ഭൂരിപക്ഷം 23,800 ആണ്. ഇപ്രാവശ്യം 2024 16,400 വോട്ടേ ഉള്ളൂ. അല്ല, 2019 കേരള കോൺഗ്രസ് UDFന്റെ ഭാഗമാണ്. അന്ന് UDFന്റെ ഭാഗമാണ്. അപ്പോൾ അന്നത്തെ സാഹചര്യം വ്യത്യസ്തമാണ്. ഞാൻ ഇടതുമുന്നണിയുടെ വോട്ടുകൾക്കപ്പുറം കേരള കോൺഗ്രസ് എമ്മിനെ സ്വന്തമായി സമാഹരിക്കാൻ കഴിയുന്ന ഒരു വോട്ടുള്ള ഇടമാണ്. അവിടെ ചോർച്ച ഉണ്ടായോ എന്ന ചോദ്യമാണ്. അല്ല, ചോർച്ചയില്ലെന്നേ. ഇത് വിഷയം മനസ്സിലായില്ലേ? എല്ലാ കേരളത്തിൽ 14 ജില്ലയിലും ഉണ്ടാകുന്നത് തന്നെയുള്ള പ്രതിഭാസമാണ് ചങ്ങനാശ്ശേരിയിലും ഉണ്ടായത്. അത് പ്രത്യേകിച്ച് ഒരു പ്രതിഭാസമല്ല. കേരളത്തിലെ 14 ജില്ലയിൽ ഉണ്ടായ പോലെ തന്നെയുള്ള പ്രതിഭാസം ചങ്ങനാശ്ശേരി ഉണ്ടായി. പക്ഷെ എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കുന്ന സുരക്ഷ മനസ്സിലാക്കാൻ കൂടുതൽ വോട്ട് കൊടുത്തില്ല, കുറച്ച് വോട്ടേ കൊടുത്തുള്ളൂ. അതാണ് ചങ്ങനാശ്ശേരിയിൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ നിങ്ങൾക്ക് ലഭിച്ചിരുന്ന പരമ്പരാഗതമായ ഒരു വോട്ട് ബാങ്കുകളുണ്ട്, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിന്റെ മണ്ഡലങ്ങളിൽ. അതിൽ ആ വോട്ടുകളെല്ലാം UDFിലേക്ക് പോകുന്നു. അപ്പോൾ UDFിനൊപ്പം നിൽക്കുമ്പോഴാണ് കേരള കോൺഗ്രസിന് പ്രസക്തി എന്നൊരു വിഷയമുണ്ടോ? രാഷ്ട്രീയ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇപ്രാവശ്യം ഇടതുപക്ഷ മുന്നണിയും UDFും ഒരുപോലെ പറഞ്ഞത് കേന്ദ്രത്തിൽ മോദി സർക്കാരിനെ വീഴ്ത്തണം, ഒരു കാരണവശാലും മോദി സർക്കാരിന് പണം വരാൻ പാടില്ല എന്നുള്ള ക്യാമ്പയിനാണ് രണ്ട് മുന്നണിയും ചെയ്തത്. ആ രണ്ട് മുന്നണിയും ചെയ്ത ക്യാമ്പയിനാണ് ഇവിടെ ഫലവത്തായത്. അത് ഏതെങ്കിലും മുന്നണിയുടെ ക്രെഡിറ്റ് ആയിട്ടോ ഒരു മോശമായിട്ടോ ഇത് കരുതേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ രണ്ട് മുന്നണിയും മോദിക്കെതിരെയായിട്ട് നീങ്ങിയത്. ഇപ്പൊ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ഇന്നലെ ജോസ് കെ മാണി പങ്കെടുത്തല്ലോ. ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ജോസ് കെ മാണി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അത് CPMന്റെ HUD ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം കേരളത്തിൽ ജനങ്ങളോട് നമ്മൾ പറഞ്ഞത് കേന്ദ്രത്തിൽ മോദി വരാൻ പാടില്ല, അതിനെതിരെ ശക്തമായ ഒരു വികാരം ഉണ്ടാകണം. ആ ഒരു വികാരമാണ് രണ്ട് മുന്നണിയും മുമ്പോട്ട് വെച്ചത്. ആ രണ്ട് മുന്നണിയും മുമ്പോട്ട് വെച്ചപ്പോഴത്തേക്ക് കോൺഗ്രസ് മുന്നണിയാണല്ലോ ഇന്ത്യ മുന്നണിയിൽ നയിക്കുന്നത്. ആ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളത് മാത്രം കരുതിയാൽ മതി. അല്ലാതെ വേറെ രീതി കരുതില്ല. പക്ഷേ അതൊക്കെ പറയുമ്പോഴും രണ്ടില ചിഹ്നത്തിൽ മത്സരിക്കുന്ന, ഞാൻ കോട്ടയം സീറ്റാണ് പറയുന്നത്, രണ്ടില ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് കോട്ടയം മേഖലകളിൽ, മധ്യ തിരുവിതാംകൂർ മേഖലയിൽ ഏത് മുന്നണിക്കും അപ്പുറം ലഭിക്കുന്ന ഒരു പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം ഇത്തവണ ഇല്ലാതെ പോയി. അത് ഇടതു മുന്നണിക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് ആ രാഷ്ട്രീയ ചേരി അംഗീകരിക്കാതെ പോണതാണ്. കഴിഞ്ഞ പ്രാവശ്യം 1,06,000 വോട്ടിനാണ് തോമസ് ചാഴികാടൻ ജയിച്ചത്. ഇപ്രാവശ്യം ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിക്ക് 87,000 വോട്ടേ നേടാൻ പറ്റിയുള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ല, ടോട്ടലി കേരളത്തിൽ വന്ന ഒരു സാഹചര്യം രാഷ്ട്രീയം, ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മോദിക്കെതിരെയുള്ള രാഷ്ട്രീയമായിരുന്നു. ആ മോദിക്കെതിരെയുള്ള രാഷ്ട്രീയമാണ് രണ്ട് മുന്നണി ഉയർത്തിയത്. ആ രണ്ട് മുന്നണി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ് ഇന്ത്യ മുന്നണി നയിക്കുന്നത്. അപ്പൊ കേരളത്തിൽ നിന്നുള്ള ജനങ്ങൾ ചിന്തിച്ചത് അവർക്ക് കൂടുതൽ വോട്ട് കൊടുക്കണം എന്നുള്ള ചിന്ത ഉണ്ടായി. ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ വിജയം. അത് ഇനിയും നിയമസഭ വരുമ്പോ അങ്ങനെ ഉണ്ടാകണമെന്നില്ല, പഞ്ചായത്ത് വരുമ്പോ അങ്ങനെ ഉണ്ടാകണമെന്നില്ല. പഞ്ചായത്ത് വരുമ്പോൾ ജനങ്ങൾ ഇവിടുത്തേതായ വികസനവും ഇവിടുത്തേതായ കാര്യങ്ങളും, ഇത് കേന്ദ്ര രാഷ്ട്രീയം മാത്രം നോക്കിയാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തത്. അതുകൊണ്ടാണ്. അതല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ എവിടെയെങ്കിലും വോട്ട് ചോർച്ച ഉണ്ടായതല്ല. അല്ല, ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ കേരള കോൺഗ്രസ് എമ്മിന് മോദിക്കെതിരെ ദേശീയ തലത്തിൽ പോരാടാൻ പാർലമെന്റിൽ ഒരു പ്രതിനിധി ഇല്ല എന്ന അവസ്ഥയിലേക്ക് സാഹചര്യം മാറുകയാണ്. അതെ, അതിപ്പോ പല ഇന്ത്യ മുന്നണിയുടെ പല പാർട്ടികൾക്കും ദേശീയ പാർലമെന്റിൽ സീറ്റ് ഇല്ലാത്തവരുണ്ടല്ലോ. അത് കേരള കോൺഗ്രസിന്റെ മാത്രമല്ലല്ലോ, വേറെ 10-20 പല പാർട്ടിക്കും പാർലമെന്റ് അംഗങ്ങൾ ഇല്ലാത്തവരുണ്ട്. അതുകൊണ്ടല്ലേ ഉള്ള ജനങ്ങളെ അണിനിരത്തി ഇന്ത്യ മുന്നണി ചേർത്ത് നിർത്തിക്കൊണ്ട് മോദിയുടെ BJP ഭരണം
അവസാനിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. ആ ലക്ഷ്യമാണ് ഫലപ്രാപ്തി ആയില്ലെങ്കിൽ പോലും അതിന്റെ അടുത്തേക്ക് നമുക്ക് വന്നെത്താൻ പറ്റി. മോദിക്ക് BJPക്ക് ഏകകക്ഷി എന്നുള്ള രീതിയിൽ ഭരിക്കാൻ പറ്റിയില്ല. മോദിയുടെ വോട്ടുകൾ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റി. അതിന്റെ അകത്തെല്ലാം ഇന്ത്യയിലെ എല്ലാ ചെറുതും വലുതുമായ എല്ലാ പാർട്ടികൾക്കും പങ്കുണ്ട്. എല്ലാ പാർട്ടികളുടെ പങ്കുണ്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് മോദിയുടെ ആ കടന്നുകയറ്റം നമുക്ക് ഇത്രയധികം തടയാൻ സാധിക്കും. ഈ ലോക്സഭയിലും രാജ്യസഭയിലും ഓരോ പ്രതിനിധികൾ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസും. അതിപ്പോൾ ലോക്സഭാ സീറ്റിലെ പരാജയത്തോടെ ഇനി ലോക്സഭയിലേക്ക് ഒരു പ്രതിനിധി ഉണ്ടാവില്ല. രാജ്യസഭാ സീറ്റിന്റെ കാലാവധി അവസാനിക്കും. അപ്പോൾ രാജ്യസഭയിലേക്കും കൂടെ ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കണ്ടേ? അതിലേക്ക് കേരള കോൺഗ്രസ് ഉണ്ടാവുമല്ലോ. അതൊക്കെ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ശക്തമായി ആ കാര്യങ്ങൾ തീരുമാനമെടുത്തോളൂ. പക്ഷെ അത് അത്ര എളുപ്പമാണോ? കാരണം രണ്ടൊഴിവാണുള്ളത്. രണ്ടൊഴിവിൽ CPIക്ക് ഒന്ന് കൊടുക്കണം, CPM വേണം. നിങ്ങൾക്ക് എങ്ങനെ? അത് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഇക്വേഷൻസ് ഒക്കെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഉണ്ടായിക്കോളും. അതിനുള്ള ആർജവമുള്ള മുന്നണിയാണ് ഇടതുപക്ഷ. ശ്രീ ജോബ് മൈക്കിൾ, ഒരു കാര്യം, ഈ നിങ്ങൾ ഇടതുപക്ഷ മുന്നണിയിലേക്ക് വരുമ്പോൾ ഒരു രാജ്യസഭാംഗം ഒരു ലോക്സഭാ അംഗം അതാണ് ഉണ്ടായിരുന്നത്. 2 പാർലമെന്റ് അംഗങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അതേ സ്ഥിതി തന്നെ തുടരും എന്ന ഒരു ധാരണ ഉണ്ടാക്കിയാണോ അന്ന് മുന്നണിയിലേക്ക് വരുന്നത്? അതെ, ഞങ്ങൾ മുന്നണിയിൽ വരുമ്പോൾ ഉള്ള സ്റ്റാറ്റസ് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് അന്നുണ്ടായിരുന്നത്. ആ കാര്യങ്ങൾ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റ് ഇലക്ഷനിൽ ഇപ്പം വന്നപ്പോഴത്തേക്ക് നമ്മുടെ മുന്നണി സ്ഥാനാർത്ഥി തോറ്റുപോയി. ഞങ്ങൾ സ്ഥാനാർത്ഥി തോറ്റു. ആ തോൽവിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വീണ്ടും പ്രവർത്തിച്ച് മുന്നേറാനുള്ള ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഒരു കാര്യം കൂടി, ഈ രാജ്യസഭാ സീറ്റ് ഉണ്ടായിരുന്നു. ആ രാജ്യസഭാ സീറ്റിൽ തുടരാം എന്നൊരു ധാരണ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് അല്ലേ? രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് ഇടതുപക്ഷ മുന്നണി ഞങ്ങളുടെ അവകാശം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ആർഗ്യുമെന്റ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ആർഗ്യുമെന്റ് അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതായത് മുന്നണിയിലേക്ക് വരുമ്പോൾ തന്നെ രാജ്യസഭാ സീറ്റും കൂടി ഉണ്ടാകും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെയാണോ? ഉണ്ടായിരുന്നു. ആ ധാരണ തന്നെ തുടരും, അങ്ങനെയാണല്ലേ? അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ആ വാദഗതി പറഞ്ഞിട്ടുള്ളത്. അതെ, അതായത് കേരള കോൺഗ്രസും ഇടതുമുന്നണിയിൽ വരുമ്പോൾ ഒരു ലോക്സഭാംഗം ഒരു രാജ്യസഭാംഗം ഈ രണ്ടിടത്തും ഉണ്ട് ഒഴിവുകൾ. ഈ രാജ്യസഭാംഗത്വത്തിലും തുടരും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു അല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്കുള്ള സ്റ്റാറ്റസ് കോ എന്താണോ ആ സ്റ്റാറ്റസ് കോ അനുസരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. യെസ്. എന്തായാലും ജോബ് മൈക്കിൾ പ്രതികരിച്ചതിന് വളരെ നന്ദി. അരുൺ.